പ്രേയർ ലൈനിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബലിപീഠനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ആരാധിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. പ്രൈസ് ലോർഡ്. 1 Petrus കർത്താവിന്റെ വാസി പറഞ്ഞതിന്റെ ഭാഗം എന്റെ ഉള്ളത്തിൽ പ്രേരണ നമ്മുടെ ഭാഗമാണ്. സ്തോത്രം. 1 Petrus 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കണമെന്നുള്ള ദൈവേഷ്ടമാകും. മനസ്സിലായാലും ചിന്തിക്കുന്നു. പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഏലിയാവ് സരാഫത്തിൽ പോയി വിധവയുടെ വീട്ടിൽ അവിടെ താമസിച്ചു. എത്ര വർഷം താമസിച്ച 2-3 വർഷം താമസിച്ചായിരിക്കും. സ്തോത്രം. എന്നും രാവിലെ അവൻ ദൈവം കൊടുക്കുന്ന ഫുഡാ കഴിച്ചത്. വിധവയും അവളുടെ വീട്ടുകാരും ഉപജീവനം കഴിച്ചെന്നാ വായിക്കുന്നത്. അവളും അവളുടെ വീട്ടുകാരും ഉപജീവനം കഴിച്ചു. കാരണം അവിടെ മാവുണ്ട്, എണ്ണയുണ്ട്. അവിടെ ഉള്ളതുകൊണ്ട് ആളും ഒന്ന് കൂടിയെന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് സഭയിൽ ആള് കൂടും. അപ്പോ എണ്ണയുണ്ടോ ആള് കൂടും. മാവ് എണ്ണയുണ്ടെങ്കിൽ ആള് കൂടും. സ്തോത്രം. അവളും അവളുടെ വീട്ടുകാരും ഉപജീവനം കഴിച്ചു. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഴിഞ്ഞ് വലിയ സന്തോഷമായിട്ട് പോയിക്കുമ്പോൾ അത് ഉടനെ വിധവയുടെ മോൻ മരിച്ചു. അപ്പോഴുണ്ടല്ലോ വിധവ പറഞ്ഞ നീ എന്റെ പാപം ഉണർത്താനാന്ന് വന്നു, അത് എന്റെ കുഞ്ഞിനെ കൊല്ലാനാന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഏലിയാവിനോട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്, ഞാനൊന്നും മറുപടി പറയുന്നില്ല, പക്ഷെ എന്റെ ഉള്ളിൽ ചില കയ്പ് നോക്കും. ഞാനൊന്നും പറയുന്നില്ല, മറുപടി പറഞ്ഞാൽ ഞാൻ ഫാസ്റ്റ് അല്ലയോ, അങ്ങനെ പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ പാക്ക് ചെയ്തോണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. ഒരു കാലത്ത് മനസ്സിൽ പറയും, മനസ്സിൽ പോലും ശപിക്കരുതെന്ന് ദൈവത്തിന്റെ വചനമുണ്ട്. മനസ്സിൽ പോലും ശപിക്കരുത് എന്ന് പറഞ്ഞ് ഒന്ന് മൗനമായിട്ടായിരുന്നു ഇങ്ങനെ പോവാ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിയാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ചിന്തിച്ചാ പോലും അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നു. ചിന്തിച്ചാ പോലും നമ്മുടെ മനസ്സിൽ കൂടെ ചിന്ത വന്ന പിശാചിന് ചിന്ത അറിയത്തില്ല, ദൈവത്തിന് ചിന്ത അറിയാം. ഇവിടെ നോക്കിക്കേ, ഏലിയാവ് അവിടുന്ന് തുണി പാക്ക് ചെയ്ത് വെളിയിൽ വാങ്ങിയില്ല. എന്തോ വചനമെന്നറിയാം. ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഇങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെ ആക്കണമെന്നുള്ള ദൈവേഷ്ടം. ആ സഹോദരിക്ക് ബുദ്ധി ശരിക്കും വന്നില്ല. കാരണം ഒരു പ്രശ്നം വന്നപ്പോ ഉടനെ ദൈവദാസിനെ കുറ്റം പറയുക. പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ. ദൈവദാസിനെ കുറ്റം പറയും, നീ എന്റെ പാപം ഉണർത്താനാന്ന് വന്നത്, എന്റെ കുഞ്ഞിനെ കൊല്ലാനാന്ന് വന്നത്. 2 പറഞ്ഞതിന് മറുപടി തന്നെ എല്ലാവരും നല്ലോണം പറയാം. ഞാൻ വന്ന ദിവസം നിങ്ങൾ മരിക്കാണ്ടിരുന്നതാ, എന്റെ പാവോണ്ട് പറഞ്ഞോ ഞാൻ എന്റെ കുഞ്ഞ് മരിക്കാൻ പോകുന്നു, അതുകൊണ്ട് സംഭവിച്ചാന്നൊക്കെ നല്ലൊരു പ്രസംഗം വേണേൽ 15 മിനിറ്റ് പ്രസംഗം ചെയ്യാം. അവിടെ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. നന്മ ചെയ്തു. എന്തോ നന്മയെന്ന് പറയാമോ? ആ ശവഞ്ഞ് കൊണ്ടുവരാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴല്ലോ ഒരൊറ്റ കുഞ്ഞു പോലും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 1 രാജാക്കന്മാർ 17-ാം അധ്യായം വരെ ആരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. ബൈബിൾ ഒന്ന് ഓർത്ത് നോക്കട്ടെ. എല്ലാം ചെയ്തിട്ടുണ്ട്, ഒരുത്തരും ചെയ്തിട്ടില്ല. ഏലിയാവിന്റെ ഉള്ളിൽ പ്രേരണ ലഭിച്ചു. നിന്നെ ഞാൻ ഇവിടെ വെറുതെ കൊണ്ടൊന്നും അല്ല, ഇതിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്യാൻ, അതിനുവേണ്ടി നമ്മളെ സ്തോത്രം കൊണ്ടുവന്നിരിക്കുന്ന ദൈവാത്മാവ് പറയും. സ്തോത്രം. ഇതിൽ കൂടെ അനേകം ആത്മീയമായി മരിച്ചവരെ ഉണർത്താനായി പ്രേരണ വെച്ചിരിക്കുന്ന മരിച്ച അവസ്ഥയിലിരിക്കുന്ന അനേകർക്ക് ജീവൻ കൊടുക്കുവാനാണ് ഈ പ്രേരണ വെച്ചിരിക്കുന്ന ദൈവാത്മാവിനോട് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കും. അവർ വിചാരിച്ച് ശവം കൊണ്ടുവരാൻ പറയുമ്പോൾ അവർ വിചാരിച്ച് നടക്കാനല്ല ഇത്, പോഷത്വം മിണ്ടാതാക്കാനാ. ഞാൻ കുഞ്ഞെ ഇവിടെ വെറുതെ വന്നതല്ലിത്, തമാശയ്ക്ക് വേണ്ടി വന്നതല്ലിത്. ഇതെല്ലാവരും തുടങ്ങിയതല്ല ഈ പ്രേയർ ലൈന്. അവർക്കുള്ളതുപോലെ ഇവർക്കുള്ളതുപോലെ അല്ല ഇത്. മക്കൾ പണ്ട് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, അവർക്ക് രാജാവുണ്ട്, ഇവർക്കും രാജാവുണ്ട്. പുറമോട്ട് നോക്കിയപ്പോൾ അവർക്കും രാജാവുണ്ട്, ഞങ്ങൾക്കും രാജാവിനെ വേണം. വേണ്ട. ഉടനെ ദൈവം പറഞ്ഞു, കൊടുത്തേക്കാൻ പറഞ്ഞു. ഞാനായിരുന്നു രാജാവ്,
അപ്പൊ നമുക്ക് വേറെ രാജാവ് വേണമെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. അവർക്കുള്ളതുപോലെ നമുക്ക് വേണ്ട. ദൈവാത്മാവ് പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. എന്തോ വചനം? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കണമെന്നുള്ള ദൈവ ഇഷ്ടമാണ്. എലിയാവ് പറഞ്ഞ ശവം കൊണ്ടെന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അയ്യോ മൈ ലോർഡ്, കുഞ്ഞിനെ ജീവനുള്ളവനായിട്ട് മടക്കി കൊടുത്തിട്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കി. ആ വിധവ എന്ത് വിചാരിച്ചു? എന്തോ പറയാൻ ഈ ദൈവദാസനെ ഞാനതൊന്ന് പറഞ്ഞു പോയല്ലോ എന്നങ്ങ് ചിന്തിക്കുക. പോഷത്വം മിണ്ടാതെയാക്കിയെന്ന്. അവള് ദൈവത്തോട് നേർന്ന് കാണും. ഇനി എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പോവാ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഒരു മലയാളം ബൈബിളിനകത്ത് വായിച്ചത് ഈ സരാപത്തിലെ വിധവയുടെ മോനാണ് യോനാ പ്രവാചകൻ എന്നാണ് വായിക്കുന്നത്. ഞാൻ അതേപ്പറ്റി കൂടുതൽ ഡിഗ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു മലയാളം പുസ്തകത്തിന്റെ ഇൻട്രഡക്ഷൻ, യോനയുടെ പുസ്തകത്തിന്റെ ഇൻട്രഡക്ഷൻ കൊടുത്തിരിക്കുന്നത് സരാപത്തിലെ വിധവയുടെ മോനാണ്. ആരും ആയിക്കോട്ടെ, സ്തോത്രം. അതുകൊണ്ടാണ് യോനയ്ക്ക് ഒരു സ്തോത്രം, ഒരു വെളിപ്പാട് കിട്ടി. എന്താ വെളിപ്പാടെന്നറിയാം? അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന്. സദൃശവാക്യം 28:13. He who conceals sin never prosper. He who confesses it and renounces it will receive the mercy of God. തന്റെ അകൃത്യങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരത്തില്ല. മറച്ചു വേണേ വെക്കാം, ശുഭം വരത്തില്ല. ഞാൻ താമസിക്കുന്ന പ്രോസ്പറില്ല, ടെക്സസിലെ പ്രോസ്പറില്ല താമസിക്കുന്നത്. പ്രോസ്പറിൽ താമസിച്ചാൽ ഞാൻ പ്രോസ്പർ ആകത്തില്ല. സമൃദ്ധിയിലാണ് താമസിക്കുന്നത്. ആ സിറ്റിയുടെ പേര് തന്നെ സമൃദ്ധിന. സമൃദ്ധിയുള്ള സിറ്റി താമസിച്ചാലും സമൃദ്ധി ആകത്തില്ല. കാരണം അകൃത്യങ്ങളെ മറച്ചു വെച്ചാൽ ശുഭം വരത്തില്ല. ഏറ്റുപറയുന്ന മാത്രമല്ല, ഉപേക്ഷിക്കുകയും ചെയ്യണം. ഏറ്റുപറയുന്ന മാത്രമല്ല, ഉപേക്ഷിക്കുകയും ചെയ്യണം. ഞാൻ എവിടെ ഒരു പുസ്തകത്തിനകത്ത് വായിച്ച ഞാൻ വളരെ ചിന്തിപ്പിച്ചു. കഥയായത് നടന്ന സംഭവമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രായമായ മനുഷ്യൻ ഇങ്ങനെ വെറ്റില അങ്ങ് തുപ്പിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ഓർക്കുന്നില്ലേ, കേരളത്തിലൊക്കെ വെറ്റിലയൊക്കെ തിന്നിട്ട് അങ്ങ് ചോര തുപ്പുന്ന പോലെ തുപ്പിക്കൊണ്ടിരിക്കുക. അപ്പം വലിയ പോയ ഒരു ദേവദാസനുണ്ടായിരുന്നു. അപ്പച്ചാ ഇങ്ങനൊക്കെ ഇരുന്ന സ്വർഗത്തിൽ പോകണ്ടായോ? ഇങ്ങനെ തുപ്പിക്കൊണ്ടൊക്കെ ഇരുന്ന സ്വർഗത്തിൽ പോകണ്ടായോ? പറഞ്ഞ അപ്പച്ചൻ പറഞ്ഞതറിയാമോ? ഞാൻ റെഡിയാണ്, ഞാൻ സ്വർഗത്തിൽ പോകാൻ റെഡിയാ, ദൂതം വന്നാൽ മതിയാണ് എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായോ? നോഹയുടെ കാലത്ത്, ലോത്തിന്റെ കാലത്തുണ്ടായതുപോലെ കർത്താവിന്റെ വരയിൽ ഉണ്ടാകുമെന്ന്. എന്താണ് അപ്പച്ചൻ ചിന്തിച്ചതുണ്ടല്ലോ? ലോത്തിന്റെ ഭവനത്തിലുള്ള ലോത്തിന്റെ ഭാര്യയും പിള്ളേരെയും എല്ലാം ദൂതം പിടിച്ച് കൈ വലിച്ചും പുറത്തു കൊണ്ടുവന്ന പോലെ എന്നെ വലിച്ചോണ്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പച്ചൻ ഇരിക്കുന്നു. കർത്താവിന്റെ വരവിന് അങ്ങനെയല്ല. രണ്ടുപേരുടെ കിടക്കേ കിടക്കും. ഒരാൾ ഉറങ്ങിക്കൊണ്ട് കിടക്കുക, ഒരാൾ എടുത്തുകൊള്ളപ്പെടും, മറ്റേ ആൾ പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആളിനെ കാണുന്നില്ല. അവർ വിചാരിച്ച് ബാത്റൂമിൽ പോയാൽ, ബാത്റൂമിൽ ചെന്നപ്പോൾ അവിടെ ഇല്ല. പുറത്തു പോയി നോക്കി, കണ്ടില്ല. കടയിൽ പോയതാന്ന് വിചാരിച്ചു, എങ്ങും പോയില്ല. ആള് പോയി. കർത്താവിന്റെ അപ്പച്ചൻ ചിന്തിച്ചോണ്ടല്ലോ, ഞാൻ റെഡിയാ, ദൂതം വന്നാൽ മാത്രം മതി. ദൂതം വന്ന് കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോണ്ടായിരിക്കും. ഇല്ല, ലോകത്തില്ല അങ്ങനെ. ലോകത്തിന്റെ കാലത്ത് നടന്നുപോലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന സ്തോത്രം, അതല്ല എന്റെ മീനിങ്. അപ്പച്ചന്റെ മീനിങ് ഇതായിരുന്നു, എന്റെ കൈക്ക് പിടിച്ച് വലിച്ചോണ്ട് പോകുന്നു. അങ്ങനെയല്ല കർത്താവിന്റെ ഓരോ പ്രജകളോട് കണ്ണു നിമിക്കുന്നിടയിലാണ് സംഭവം നടക്കാൻ പോകുന്നു. അതാണ് ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു അത്ഭുതം. വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അതാണ് അത്ഭുതം. അപ്പൊ നമ്മളെ വിഷയം മുമ്പേ കർത്താവിന്റെ വാസി പറഞ്ഞു, നന്മ ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ എന്തുവാ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തുകൊണ്ട് പോഷത്വം ഉണ്ടാകാം. ആരെങ്കിലും നമുക്കെതിരെ വേലകൾ വെച്ചാൽ അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരുടെ പോഷത്വം ഉണ്ടാകാക്കണം. ചിന്തിച്ചോണേ, ഏലിയാവ് സ്ത്രീയോടൊന്നും പറയാതെ ഇറങ്ങി തുണിയും പായ്ക്കത് വെളിയിൽ പോയി കഴിഞ്ഞാൽ കർമ്മേലിലൊക്കെ പോവാ. അവിടെ കർമ്മേലിൽ പോയി യാഗപീഠമൊക്കെ ക്രമീകരിച്ച് തീ ഇറക്കണമെന്നൊക്കെ പറഞ്ഞാൽ തീ ഇറക്കത്തില്ല, ഒരു ഈച്ച ഓരോട് വരത്തില്ല. കാരണം നീ ഏതിനോട് തോറ്റുവോ അതിന് അടിമപ്പെട്ടില്ല.
ഏത് വിഷയത്തിന് മുമ്പായി തോറ്റ് ഇവിടുന്ന് ചിലപ്പം ടെക്സസിന് പ്രോബ്ലം ഉണ്ടായിട്ട് ഒറ്റ വിളിയിൽ അങ്ങ് വിടുക ഫ്ലോറിഡയിലോട്ട്. അവിടെ ചെല്ലുമ്പോൾ ആരും അറിഞ്ഞില്ലെന്നാണ് ചിന്തിക്കുന്നത്. അറിയുന്ന ഒരാൾ മേളിലുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചെയ്യണം. ഏതുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷിത്വം ഉണ്ടാവാം. അങ്ങനെ ആത്മാക്കളെ നേരിടുന്നു. ബുദ്ധിയിലെന്ന് പറഞ്ഞാൽ അവർ പൈശാചിനാൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ജഡപ്രകാരം ജീവിക്കുന്നവരാ ബുദ്ധിയില്ലാത്തവർ. നന്മ ചെയ്യുന്നവരാരാന്നറിയാം? ദൈവത്തിന് ജനമാ. ചിന്തയോട് നോക്കാൻ നന്മ ചിന്ത ജയിക്കണമെന്ന് വചനത്തെ വായിക്കുന്നു. അവരാ ദൈവമക്കൾ. എപ്പോഴും പറയുന്നത് എലിച്ചെ പിടിക്കാൻ രാത്രി മുഴുവൻ വന്ന് നിന്നവർക്ക് രാവിലെ എന്തോ കൊടുത്തെന്ന് അറിയാമോ? കഴിക്കാൻ കൊടുക്കാൻ. അവർ കഴിച്ചിട്ട് പോട്ടോ. പിന്നെ അവിടെ കയറി പോലും ഇല്ലെന്ന്. അതാണ് നന്മയാൽ ചിന്ത ജയിക്കുന്നത്. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കണമെന്നുള്ള ദൈവം. ഇതാണ് നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കില്ല. പിന്നെ നമ്മൾ കർത്താവിന്റെ വായിച്ച പോലെ സ്തോത്രം, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് കഴിച്ചാൽ എന്ത് രക്ഷയുണ്ട്? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം കഴിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഉണ്ടാകാം. എന്നാൽ പറഞ്ഞൊരു കഥയാണ്. നിത്യകുറിച്ച് കർത്താവിന്റെ ദാസൻ 14 മരിച്ചവരെ ഉയർപ്പിച്ചതാണ്. ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തതാണ്. അദ്ദേഹത്തെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന ആരാന്നറിയാമോ? ആരാ പറഞ്ഞാട്ട്? സ്വന്തം ഭാര്യ. ചിന്തിച്ചോളെ, ആ ഭാര്യ ഉണ്ടല്ലോ, നന്മയ്ക്ക് പകരം ചിന്ത ചെയ്തായിരുന്നേ ഉണ്ടല്ലോ, ഒരു കാലത്തും പുള്ളി നരകത്തിലും പോയാൽ. ആ സഹോദരിക്ക് മാർക്ക് കൊടുക്കട്ടെ. ആ സഹോദരി നിമിത്തമാണ് അദ്ദേഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അതുപോലെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാവൽക്കാരാക്കിയിരിക്കുന്ന മുമ്പേ പറഞ്ഞല്ലോ, ആക്കി വെച്ചിരിക്കുന്ന കാവൽക്കാരാണ് നമ്മള്. സ്തോത്രം. അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഉണ്ടാവാം. അത് ദൈവം. നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ തിന്മ ചെയ്യുമ്പോൾ അവർക്കെതിരെ തിന്മ ചെയ്യരുത്. തിന്മ ചെയ്താൽ അതിനകത്ത് യാതൊരു പ്രയോജനവും ദൈവത്തിന് നടക്കത്തില്ല, മോഹിക്കപ്പെടത്തില്ല. നന്ദി രാത്രി മുഴുവൻ വെളിയിൽ തണുപ്പത്ത് നിന്ന സഹോദരി, അത് തുറക്കാതിരുന്ന സഹോദരിക്ക് രാവിലെ എന്തെല്ലാം പറഞ്ഞ് ചൂടാകാമെന്നറിയാമോ? എന്തോ പുള്ളിക്കാരി പറഞ്ഞത്? നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. ഉടനെ സഹോദരി ഉടനെ അദ്ദേഹം ചോദിക്കാൻ, നിന്നെ ആരാ ഇങ്ങനെ ആക്കിയത്? അത് യേശു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല വേണ്ടി, യേശുവിനെയാ വേണ്ടത്. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെയാക്കണം എന്നുള്ളത് ദൈവം. ഇങ്ങനെയാണ് നിങ്ങൾ ആത്മാക്കളെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, ഒറ്റ ഗ്ലാസ് വെള്ളം കൊടുത്താൽ മതി, അവർ രക്ഷയുടെ അനുഭവത്തിൽ വരുമെന്ന്. ചിലപ്പോൾ ഒന്ന് സമാധാനമായിട്ട് ഒന്ന് തിരിച്ചാൽ മതി, അവർ ദൈവനാമം അവിടെ അവർ കർത്താവിലേക്ക് തിരി. നമ്മൾ വൈരാഗ്യം പിടിച്ചോണ്ട് നടന്ന് അവർ തൊപ്പിട്ടു പോയി. അതുകൊണ്ടാണ് റോമാലേഖനം 12 ഇങ്ങനെ വായിക്കുന്നു, പ്രിയമുള്ളവരെ. ഇങ്ങനെ വിളിക്കുന്നത് പ്രിയമുള്ളവരെന്ന് നമ്മളെ ഓരോരുത്തരെയാ വിളിക്കണം. പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ കർത്താവ് അരുൾ ചെയ്യുന്നു. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ശത്രുവിന് വിശക്കണമെങ്കിൽ അവന് സാധിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അന്ന് തലമേൽ തീർക്കുന്നു കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ ഇങ്ങനെ നമ്മൾ ആത്മാക്കളെ നേടുന്നു. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുക, നമ്മുടെ ജീവിതമാണ് വലിയ പ്രസംഗം. ജീവിതമാണ് വലിയ പ്രസംഗം. നമുക്ക് ഒത്തിരി ഇൻഫർമേഷനൊക്കെ കൊണ്ട് കൊടുക്കാം. ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രസംഗിച്ചില്ലെങ്കിൽ അത് വെറും ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് മാർക്കും. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രവർത്തിച്ചാൽ അവിടെ എന്തോ അവിടെ കൺവിക്ഷൻ നടക്കും. പാപത്തെപ്പറ്റിയും നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്.
പരിശുദ്ധാത്മാവ് കണ്ണിക്ക് ചിലപ്പോൾ നല്ല ആത്മാവ് ഏമിക്കുന്ന ഒരു പാട്ട് പഠിക്കാൻ രോമാഞ്ചം കൊള്ളും. നിന്റെ വചന നിമിത്തം എനിക്ക് രോമാഞ്ചം കൊള്ളുന്നത് വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ ഒരു പാട്ട് പാടിയാവും. ആ ഒറ്റ പാട്ട് മതി, ഒറ്റ പാട്ട് പാടിയാൽ മതി. രോമാഞ്ചം കൊള്ളും നമ്മുടെ ശരീരത്തിൽ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. എന്റെ വചന നിമിത്തം ഞാൻ രോമാഞ്ചം കൊള്ളുന്നു ചാപ്റ്റർ വായിക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ആത്മാവിന്റെ ഗൈഡൻസ് ഇല്ലാത്ത പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, അതെല്ലാം ഇൻഫർമേഷനായിട്ട് പോതേ ഉള്ളൂ. നിങ്ങൾ പറയാണ് പാസ്റ്റർ നല്ലവണ്ണം പ്രസംഗം, അതുകൊണ്ട് എന്തോ യൂസ്? പാസ്റ്ററിന് എന്തോ യൂസ്? പ്രജയോട് കേട്ട വചനം നമുക്ക് ഉപകാരമായി കടന്നു വരണം. അത് വിശ്വാസമായി പരിണമിക്കണം. വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ അത് വെറും ടെക്നോളജി പാർത്തേ ഉള്ളൂ. തലയിൽ നിന്ന ഒരു പ്രയോജനവും ഇല്ല. അത് ഹൃദയത്തിൽ വരണം, എന്തെങ്കിലും പ്രയോജനമാകും. കേട്ട വചനം അവർക്ക് ഉപകാരമായി കടന്നു വന്നില്ല, അത് വിശ്വാസമായി പരിണമിക്കാഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് പ്രവൃത്തി കൊണ്ടിരുന്ന ന്യായവിധിയെപ്പറ്റും ആ വാക്യം വായിച്ചാണ്. യോഹന്നാൻ ശേഷം 16-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഈ പ്രയർ ലൈൻ ഉണ്ടോ എന്നറിയുമോ? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആ, പാപത്തെ പറ്റിയും നീതിയെപ്പറ്റിയും പിന്നെ ന്യായവിധിയെപ്പറ്റിയും ലോകത്തിന് ബോധം വരുത്തുന്ന ആരാന്നറിയാം? പരിശുദ്ധാത്മാവ്. ജോസഫ് മാത്യു അല്ല, നമ്മളാരും അല്ലെന്ന്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ. അതുകൊണ്ടാ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണം എല്ലാ കാര്യം ചെയ്യാൻ. ആത്മാവ് പറയുന്നത് ചെയ്തില്ലെങ്കിൽ അവിടെ കൺവിക്ഷൻ വരത്തില്ല. ആത്മാവ് പറയുന്ന പരിശുദ്ധാത്മാവ് പറയാൻ മോശയോട് ദൈവം പറഞ്ഞു, എന്തോ പറഞ്ഞു? ആ വടിയെടുത്ത് ജനത്തിന് മുൻപാകെ നടന്ന് വടിയെടുത്ത് ഞാൻ നിന്റെ വയലിലുള്ള വടിയെടുത്ത് പാറയടിക്കാനും വടിയെടുത്ത് പാറയടിക്കാനും എന്താ പറയുക? വടിയെടുത്ത് പാറയടിക്കാനും. വടിയെടുത്തടിച്ച വടിയെ ഓടിയത്തുള്ളൂ. അതാണ് ലോജിക്കായിട്ട് പറയാമെങ്കിൽ. ദൈവശബ്ദം കേട്ട് പാറയെ അടിക്കാൻ പറഞ്ഞ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. നല്ലത്, വെരി ഗുഡ്. ജനമെല്ലാം കുടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് മോശയുടെ മെടുക്കല്ല, മോശയുടെ കയ്യിലുള്ള വടിയുടെ മെടുക്കുമല്ല. ഇത് ദൈവനാമം മഹത്വപ്പെടും. ജനം മനസ്സിലാക്കി ഇത് ദൈവമാണ് പ്രവർത്തിച്ചത്. പിന്നെ നോക്കിക്കേ, മോശയോട് ദൈവം പറഞ്ഞു. പിന്നെ ജനം സീപ്പ് മരുഭൂമി വന്ന് ജനം കലഹിച്ചു, വെള്ളമില്ല. ഉടനെ ദൈവം പറഞ്ഞു വെക്കണോ? അതാണ് ദൈവശബ്ദം. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണം. ദൈവശബ്ദം എന്തോ കേട്ടോന്നറിയാമോ? പാറയോട് കൽപ്പിക്കാം. പാറയോട് കൽപ്പിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ, അടിക്കാൻ പറഞ്ഞില്ല. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞേ ഉള്ളൂ. അന്നേരം മോശ അറിയാതെ ഒരു വാക്കുകൂടെ പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവദാസന്മാർ കോപിക്കരുതെന്ന് പറയുന്നത്. മത്സരികളെ ഇത് കേൾപ്പീൻ എന്ന് വേട് പറഞ്ഞേ ഉള്ളൂ. മത്സരികളെ ഇത് കേൾപ്പീൻ. ആത്മാവ് പറയാത്ത കാര്യമോ? മത്സരികളെ ഇത് കേൾപ്പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞുണ്ടല്ലോ. എന്നിട്ട് അങ്ങോട്ട് ഓടിച്ചു. ഈ കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതെല്ലാം ആത്മാവിൽ കൂടെ അല്ലേ ചെയ്യുന്നത്? ഇതിലൂടെ പിന്നെ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തിൽ ചെയ്യുക. ഓടിച്ചാൽ ദൈവം പറഞ്ഞ് കൽപ്പിക്കാനേ പറഞ്ഞു. അങ്ങോട്ട് ഒറ്റ അടി അടിച്ചു, പാറയിൽ വെള്ളം പുറപ്പെട്ടു, ജനമെല്ലാം കുടിച്ചു. കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് നല്ലതായിരുന്നു, അതല്ല വിഷയം. വെള്ളം എല്ലാവരും കുടിച്ച് ഭയങ്കര മീറ്റിംഗ് ആണ്, നല്ല മീറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ ശേഷം മോശയോട് പറഞ്ഞു അക്കരെ നാട്ടിൽ കയറത്തില്ലെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നാൾ ഒരാൾ പറയും, ഞാൻ നിന്റെ നാമത്തിൽ അത് ചെയ്തു, നിന്റെ നാമത്തിൽ ഇത് ചെയ്തു, നിന്റെ നാമത്തിൽ എല്ലായിടത്തും അത് ഇതൊക്കെ ചെയ്തു, അറിയുന്നില്ലെന്ന് പറയും. ഇതാണ് ഞെട്ടിപ്പിക്കുന്ന വാക്യം ബൈബിളിലെ. അതുകൊണ്ട് നമ്മൾ പ്രവാസകാലം ഭയത്തോടും പശയോടും കഴിക്കണം. ഭയത്തോടും. അത് മിനിസ്ട്രിയും 100,000 മിനിസ്ട്രിയും. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ബൈബിൾ കോളേജിലൂടെ പറഞ്ഞത് തോത്ത് ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിലും 5 ബൈബിൾ കോളേജ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. 29 × 5 എന്നാലും സ്വർഗത്തിൽ പോകത്തില്ല. ചിന്തിക്കേണ്ട വിഷയം ഇതൊക്കെ. ഞാൻ സത്യം പറയുന്നത്.
മിനിസ്ട്രി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കാൻ ഐ നോ യുവർ ഡീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്നെപ്പറ്റി ഒരു ദിവസം നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയെന്ന്. പ്രാർത്ഥനാ ജീവിതം പോയി, വചനധ്യാനം പോയി, എല്ലാം പോയെന്ന്. ആദ്യ സ്നേഹമില്ലെന്ന്. നീ ഏതിൽ നിന്ന് വീണെന്ന് അറിഞ്ഞിരിക്കാൻ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാൻ. അല്ല, നിന്റെ മിനിസ്ട്രി അറിഞ്ഞല്ലോ, മിനിസ്ട്രി അറിഞ്ഞോണ്ട് കുഴപ്പമില്ല, നല്ലതായിരിക്കുന്നു, അപ്രൂവലല്ല കിട്ടിയത്. നിന്റെ ആദ്യ സ്നേഹം, നിന്നെപ്പറ്റി ഒരു കുറവ് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വേണം നമ്മൾ മുഴുവൻ ചെയ്യാൻ. ആത്മാവിന്റെ കൺവിക്ഷൻ വരുന്നെങ്കിൽ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്താണ്ട് ഗ്രീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫർമേഷൻ വേണം തട്ടി ഇഷ്ടം പോലെ കൊടുക്കാം. അത് ആർക്കും ഒരു പ്രയോജനം ചെയ്യത്തില്ല, ഓരോരുത്തർക്കും പ്രയോജനം ചെയ്യത്തില്ല. അവർക്ക് വിടുതലായി വരത്തില്ല, ഇൻഫർമേഷനായിട്ട് പോകത്തേ ഉള്ളൂ. നമ്മുടെ പ്രസംഗമോ പ്രാർത്ഥനയോ ആരാധനയോ ഒന്നും ആർക്കും ഇൻഫർമേഷനായിട്ട് പോകരുത്. അത് എപ്പോഴും കൊണ്ടല്ല, കൺവിക്ഷനായിട്ട് മാറണം. കാരണം ഓവിടെ വചനം ഹാമറാ. ഹാമർ എന്ന് പറഞ്ഞാൽ കൺവിക്ട് ചെയ്യുക. ഓവിടെ വചനം തീയ എന്ന് പറഞ്ഞാൽ റിഫൈൻ ചെയ്യുക, ശുദ്ധീകരിക്കുകയാണ് വചനം. യഹോവയുടെ വചനം മിററാണ് എന്ന് പറഞ്ഞാൽ മിററെ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണും, വേറൊരാളുടെ മുഖം കാണത്തില്ല. നമുക്ക് തന്നെ പ്രജലോട് നമ്മുടെ ജീവിതത്തിലുള്ള കുറവശങ്ങളെ കാണാൻ കഴിയും. പിന്നെ യഹോവയുടെ വചനം സീഡാണ്, വിത്താണ്. അത് വിതച്ചാലുണ്ടല്ലോ പ്രജലോട് കൊയ്യാൻ കഴിയും. ഇതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നത് അറിയാമോ? സ്വന്തം ഇത് 3-4 വാക്യങ്ങൾ വായിച്ചാട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. യോഹന്നാൻ 14:16-17 വേഗം വായിച്ചാട്ട് സിസ്റ്റർ. 14 യോഹന്നാൻ 14:16-17 വേഗം വായിക്കണമേ, സമയം പോകുന്നു. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. 4 കാര്യം നമ്മളവിടെ പഠിച്ചു. യോഹന്നാൻ 14-16 വാക്യത്തെ വായിക്കുന്നത് ദൈവാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുമെന്ന് കേസ് പഠിപ്പിച്ചു. ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ദൈവാത്മാവ് എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണുവാനോ അറിയുവാനോ സാധ്യമല്ല. ലോകജനത്തിന് നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ലോകത്തിന് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കാണുവാനോ അറിയുവാനോ സാധ്യമല്ല. മൂന്നാമത്തെ കാര്യം, യോഹന്നാൻ 14:17 നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മോടും കൂടെ വസിക്കുന്നു. നാലാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മൾ ഇരിക്കുന്നു. ഇനിയും യോഹന്നാൻ 14 അധ്യായം 26 വാക്യം വായിച്ചേ പ്ലീസ്. അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കണ്ടോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നോക്കിയേ. ഒന്നാമത്, പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, പരിശുദ്ധാത്മാവ് സകലവും നമുക്ക് ഉപദേശിച്ചു തരുമോ? സകലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കിട്ടും. ഏത് വീട്ടിൽ നമ്മൾ GPS ഓണാക്കിയാലും ഇന്ന വീട്ടിൽ പോകാൻ മാത്രമേ ഓണാക്കത്തുള്ളൂ, അങ്ങനെയില്ല. അമേരിക്കയിലുള്ള ഏത് സ്റ്റേറ്റിലോ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും GPS ഓണാക്കിയാൽ ഡയറക്ഷൻ തരും പോകാനുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സകലവും നമുക്ക് ഉപദേശിച്ചു തരും. മൂന്നാമത്തെ കാര്യം പറഞ്ഞതുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞത് നമ്മളെ ഓർമ്മപ്പെടുത്തും. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇങ്ങനെ വേണം പ്രസംഗം. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് പ്രസംഗിക്കാൻ ഉടനെ ഉണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ഇതെല്ലാം ചെയ്യണം. പിന്നെ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്തേക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്ന വിഷയം. എന്റെ പ്രസംഗമോ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തി പ്രകടനമായി മാറണം.
ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ നിർണയിച്ചിരിക്കുന്നു. പിന്നെ my preaching is not with enticing word but the demonstration of the Holy Ghost power, so that your faith may not rest on man's wisdom but on God's power. ഇപ്പൊ കേൾക്കുന്ന വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ വെറും ഇൻഫർമേഷനായിട്ട് മാറത്തേ ഉള്ളൂ. പിന്നെ നോക്കിക്കേ, സ്തോത്രം. അപ്പം ആത്മാവിനാൽ വേണം എല്ലാ കാര്യം ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ചിലരുടെ പേരുകൾ പരിശുദ്ധാത്മാവ് പൊക്കിക്കൊണ്ട് വരും, നമ്മുടെ ഓർമ്മയെ വരുത്തും. അന്നേരം അങ്ങോട്ട് പ്രാർത്ഥിക്കാണ്ടല്ലോ ആ വ്യക്തിക്ക് വിടുതല, ആ വ്യക്തിക്ക് വിടുതല. ഞാൻ എന്നാൽ പറഞ്ഞു, ന്യൂയോർക്കില് ബ്രൂക്ലിൻ ചാപ്പിലെ ഒരു മോള് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറേ നാളുകൾ കഴിഞ്ഞു. പാസ്റ്റർക്ക് വലിയ ചർച്ചുണ്ട്. ഞാൻ കഴിഞ്ഞ ഡിസംബർ ഞാൻ പോയപ്പം ആ ചർച്ചിൻ്റെ അടുത്ത് കൂടെ പോയപ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. തണുപ്പ് കാലത്ത് ഡിസംബറിൽ ലൈൻ നിൽക്കുന്ന രണ്ടാമത്തെ സർവീസിൽ കയറാൻ എൻ്റെ ആഴ്ചയും കണ്ടിട്ടില്ല. എന്നെ വളരെ ചെക്ക് ചെയ്തു. ഈ കർത്താവിൻ്റെ ദാസത്തിന്റെ മോളാണ് വീട്ടിൽ ഇറങ്ങിപ്പോയത്. എവിടെ അന്നും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പ്രയോജനോട് അറിയാം. ഒരു ദിവസത്തെ ബൈബിൾ സ്റ്റഡിക്ക്, ഒരു ബുധനാഴ്ച വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി ഞാൻ എന്നാലും പറഞ്ഞ ഒന്നുകൂടെ പറയുവാ, ഞാൻ ആത്മാവിന്റെ ഗൈഡൻസ്. ഒരു രാത്രിയിലെ ബൈബിൾ സ്റ്റഡിക്ക് വന്നപ്പം വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്റർ ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡി വേണ്ട, ഇന്ന് പാസ്റ്ററുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്ററോട് എഗ്രി ചെയ്യുന്നവർ നമ്മുടെ പലരുടെയും ചിന്താഗതി വരുന്നുണ്ടല്ലോ, ആ പാസ്റ്ററെ താഴെ ഇറക്കി വേറൊരു പാസ്റ്ററെ കയറ്റാം. പാസ്റ്റർ അതല്ല, ആരെയും താഴെ ഇറക്കുന്ന ജോലി നമ്മുടെ ജോലിയല്ല. ദൈവം അതൊക്കെ ചെയ്തോളൂ. അവരുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അവർ പൊക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ആരെയും ഇറക്കാൻ പോകരുത്. ഒരാളെ ഇറക്കി വേറൊരാളെ കയറ്റി വെക്കുന്ന ജോലി നമ്മുടെ ജോലിയല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അത് ചെയ്തോളൂ. നമ്മൾ അതിന് ഉപകരണമായി മാറരുത്. ആ വിശ്വാസികൾ ആരും അത് ചെയ്തില്ല, ചോദ്യം ചെയ്യാൻ പോയില്ല. ചോദ്യം ചെയ്യുന്ന ജോലി സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. 1 Corinthians 4:5 കർത്താവ് ഒരുപോലെ സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. വിധിക്കാനുള്ള ആത്മാവ് നമ്മളല്ല വിധിക്കുന്നത്, ദൈവമാണ് വിധിക്കുന്നത്. കർത്താവ് ഇരുട്ടത്തിരിക്കുന്ന എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നത് പരിശുദ്ധാത്മാവിന് ഇട്ട് കൊടുത്തിട്ടാൽ മതി. ആത്മാവ് അത് ചെയ്തോളൂ. സകലവും ഉപദേശിച്ചു തരും. ആത്മാവ് അവരോട് പറഞ്ഞോളൂ, അവർ തന്നെ റിട്ടേൺ ചെയ്ത് പൊക്കോളൂ. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തോളൂ. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത്. ചർച്ച നടത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. ഇവിടെ നോക്കിക്കേ, ആ സഭയിലെ സ്തോത്രം ഒരു ദിവസം ബൈബിൾ സ്റ്റഡിക്ക് വരുമ്പോൾ വിശ്വാസികൾ വന്ന്, പാസ്റ്റർ നമുക്ക് ഇന്ന് പാസ്റ്ററുടെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആത്മാവിന്റെ പ്രേരണ വന്നിരിക്കുന്നു. ആ പാസ്റ്റർ നോക്കി പ്രാർത്ഥിക്കാം. അവരങ്ങ് രാത്രി പ്രാർത്ഥിച്ചു, യോഗത്തിന്റെ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പാസ്റ്റർ വീട്ടിൽ പോയി. രാവിലെ എന്തോ സംഭവം, രാവിലെ സ്തോത്രം പാസ്റ്റർ ഷവർ എടുക്കുന്നുണ്ടായിരുന്നു. ആരോ വന്ന് ബെല്ലടിക്കുന്നു. വൈഫി ഒന്ന് കഥ തുറന്ന് നോക്കിയപ്പോ ആരാ നിൽക്കുന്നറിയാമോ? എവിടാണെന്ന് പോലും അറിയാത്ത മോള് വീടിന്റെ കഥകിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞോണ്ട് നിൽക്കുന്നു. കരഞ്ഞോണ്ട് നിൽക്കുന്നു. ഇതാണ് ആത്മാവിന്റെ ഗൈഡൻസിലുള്ള പ്രാർത്ഥന. അത് അമ്മ ചോദിച്ചു, വാട്ട് മേഡ് യു ടു കം ഹിയർ? നീ ഇന്നോട് ആര് പറഞ്ഞു ഇന്ന് വരാൻ, ഇവിടെ വരാൻ? ഇന്നലെ രാത്രി ഒരു ദർശനം കണ്ടു. ഞാൻ നരകത്തിൽ കിടക്കുന്ന ഒരു ദർശനം കണ്ടു. അത് കണ്ടോണ്ടായി കരയുന്നു. കണ്ണിൽ കൂടെ കണ്ണുനീർ വരിക. എന്താ ഇവിടെ ജനം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് മാനസാന്തരം. ഉടനെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ആരാ വഴി നിൽക്കണമെന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. അവര് വീട്ടിലേക്ക് അവരെ റിസീവ് ചെയ്തു. അതാണ് കണ്ട മുടിയനായ പുത്രൻ വീട്ടിൽ മടങ്ങി വന്നപ്പോ അപ്പം പറഞ്ഞില്ല, കയ്യിലെ പണമെല്ലാം തീർത്തോണ്ട് ഈ വന്നിരിക്കുക, പിന്നെ എന്റെ കുറച്ചുകൂടെ വാങ്ങിക്കല്ല. അങ്ങനെയല്ല ചിന്താഗതി. സ്നേഹം എന്ന് പറഞ്ഞാൽ അതല്ല. അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു, അവനെ റിസീവ്. അതാണ് ദൈവസ്നേഹം. പറഞ്ഞാൽ ദൈവസ്നേഹം അതാണ് ദൈവസ്നേഹം. അതായത് അവന്റെ കയ്യിലെ പണം തീർന്നു. ചേട്ടന്റെ ചിന്താഗതി എന്ന് പറയാമോ, അവൻ വേറെ ആളാ. അവൻ വീട്ടിൽ പോലും കയറാൻ മനസ്സില്ല. അനിയൻ വന്നുകൊണ്ട് അത്ര സന്തോഷം പോലും ഇല്ല. കാരണം ദൈവസ്നേഹമില്ലെന്ന്.
ദൈവസ്നേഹമില്ല. ദൈവസ്നേഹം സീറോ. അപ്പനെന്തോന്നറിയാം, ദൈവസ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളതുകൊണ്ട് റിസീവ് ചെയ്ത് കെട്ടിപ്പിടിച്ചു. അല്ലോ നിന്റെ പൈസ തുറന്നുകൊണ്ട് വന്നിരിക്കാവുന്നൊന്നും ചോദിച്ചില്ലെന്ന്. അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നതാണ്. നോക്കിക്ക, ദൈവസ്നേഹം നോക്കിക്കേ. ആ പൈതലിനെ അകത്ത് റിസീവ് ചെയ്ത്, ആ മോളെ റിസീവ് ചെയ്ത്, ഇപ്പം ആ മോള് കല്യാണം കഴിച്ചിപ്പം ആ മോക്കൊരു ചർച്ച ഉണ്ട്. അപ്പന്റെ ചർച്ച പോലെ ചർച്ച ചിക്കാഗോയില്. ചിക്കാഗോ ടാബർനാക്കിൾ. അത് ഞാനവിടെ പോയിട്ടില്ല ചർച്ചിന്റെ അവിടെ. ഞാനത് കേട്ട 3-4 സർവീസ് ഉണ്ടെന്നാകും. അതുപോലെ പിതാവിനുള്ളതുപോലെ ചർച്ച നോക്കും ദൈവം കൊടുക്കും. ചിന്തിക്കണമേ, ഇതിനു വേണ്ടി ആത്മാവിന്റെ ഗൈഡൻസിൽ പ്രാർത്ഥിച്ചില്ലായിരുന്നു എന്തോ ഇതിന് പിന്മാറ്റത്തിൽ പോയി. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ക്ഷേമിക്കുമ്പോൾ നമ്മൾ ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് ആരെക്കുറിച്ചാ പറയുന്നറിയാമോ? യേശുവിനെ പറ്റി പറയും. യേശുവിനെ പറ്റി പറഞ്ഞ വചനത്തെ പറ്റി പറയും. വചനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാ. ഇനി നമുക്ക് നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മളോട് സ്തോത്രം നമ്മളോട് സംസാരിക്കും. അതിന് നോക്കിക്കേ, 42:22 വായിച്ച്. എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്യമാണ്. പലപ്പോഴും ഞാൻ വായിക്കുന്ന വാക്യമാണ്. ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാദികളെ തകർത്ത് അല്ല 42:22. അവൻ പാറ പിളർന്നപ്പോ വെള്ളം ചാടിപ്പുറപ്പെട്ടു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെ കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ കവർച്ചയായി പോയി. ആരും വിടുവിക്കുന്നില്ല, ആരും പറയുന്നതില്ല. അവർ തുകയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതില്ല. താങ്ക് യു വെരി മച്ച്. വായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലായില്ല, അതുകൊണ്ടായിരുന്നു. 48 ഭാഷ പറഞ്ഞോ. അപ്പം കേൾക്കണേ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ വചനം വായിക്കാനുള്ള തിടുക്കമുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പലയിടത്തും ഞാൻ വചനം വായിക്കാൻ എത്ര പറഞ്ഞാലും വായിക്കത്തില്ല. ഇവിടെ വായിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. 42:22 ഇങ്ങനെ വായിച്ചത്. എന്നാൽ ഇത് മോഷ്ടിച്ചും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെ കുഴികളിലും കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ട് അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കടയായി പോയി, മടക്കി തരിക എന്നാരും പറയുന്നില്ല. ദൈവത്തിന് ആഗ്രഹം നോക്കിയ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ആരെങ്കിലും പരാജയപ്പെട്ടു പോയി, പരീക്ഷയിൽ വീണുപോയി, പ്രശ്നത്തിൽ അകപ്പെട്ടു പോയെങ്കിൽ അവരെ വിടുവിക്കാനുള്ള ജോലിയാ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. മക്കളെ ഞാൻ പറഞ്ഞോളും, നമ്മൾ എപ്പോഴും പറയുന്നു, ഞാൻ കാവൽക്കാരനാ. ജോലി എന്ന് പറയാം, മടക്കി തരിക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരാരുമില്ലെന്നോ എന്നാണ് ദൈവം പറയുന്നത്. സ്തോത്രം. പ്രാർത്ഥിക്കാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ഭൂലോകങ്ങളെല്ലാം ദൈവമായെല്ലാം സൃഷ്ടിച്ചെങ്കിലും ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. പ്രാർത്ഥനയുടെ പറയാം. നമുക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ജനന്റെ അവിടെ താമസിക്കുക. നമ്മുടെ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ അപ്പാർട്ട്മെന്റ് അകത്ത് കയറണമെങ്കിൽ ജനന്റെ പെർമിഷൻ വേണം. ജനന്റെ പെർമിഷൻ ഇല്ല എന്തോ പണി ചെയ്താൽ അകത്ത് കയറാൻ ഒക്കത്തില്ല. ഇതാണ് ആരാ ചെന്നൻ എന്നറിയാമോ? കർത്താവിന്റെ യേശുവിന്റെ രക്തത്താൽ വീടുകൾ പ്രാപിച്ച ദൈവത്തിന്റെ ജനം. നമ്മുടെ വീടുകളിൽ ഇരുന്നോ നമ്മളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത് എനിക്ക് അവിടെ പോകാനുള്ള പെർമിഷൻ കിട്ടിയത്. അതാണ് പ്രാർത്ഥന. ദൈവത്തിന് പെർമിഷൻ കൊടുക്കുന്നതാണ് പ്രാർത്ഥന. ദൂതന്മാർ അവിടെ ഇറങ്ങുമെന്ന ദൈവം ദൂതന്മാർ, അതാണ് പ്രാർത്ഥന. ഇതുകൊണ്ടാണ് പിശാചിന് പ്രാർത്ഥന ഇഷ്ടമില്ലാത്തത്. എന്താ പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നതിനാണ് എതിര്. പ്രാർത്ഥിക്കുമ്പോൾ അവനറിയാൻ ദൈവത്തിന് പെർമിഷൻ കൊടുത്തു. ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് മുട്ടുമേ ഇരുന്നോണ്ട് കരഞ്ഞോടൊന്ന് പ്രാർത്ഥിക്കാമോ?
ദൈവത്തിന് പെർമിഷൻ കൊടുത്തു. ദൈവ ദൂതന്മാർ ഇറങ്ങും അവിടെ വീട്ടില്. ഇതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏതില് പിശാചിനുള്ള എരിവെന്ന്. വേറെ എന്തോ പറഞ്ഞാൽ TV കണ്ടുകൊണ്ടിരുന്നാലോ അവരെ പറ്റി ഇത് പറഞ്ഞാലോ പിശാചിന് ഒരു കുഴപ്പവുമില്ല. പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ അവനെതിരാ. അവനറിയാൻ പെർമിഷൻ കൊടുത്തു, ദൈവത്തിന് പെർമിഷൻ കൊടുത്തു. ഇപ്പൊ ലോക മനുഷ്യരെ പറ്റി അവന് യാതൊരു കാര്യവുമില്ല. അവർക്ക് പ്രാർത്ഥിക്കേണ്ട, അതുകൊണ്ട് അവർക്ക് അത് കാര്യമേ ഇല്ല. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് ഇവർ മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിലും കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്നാരും പറയുന്നില്ല. ദൈവത്തിന്റെ ദുഃഖം നോക്കിക്കേ. ഇനി നമുക്ക് നോക്കാം. സ്തോത്രം. നമുക്കറിയാവുന്ന ഭാഗമാണ്. പെട്ടെന്ന് പോവാം. സ്തോത്രം. കർണാടകയിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ ഒക്കത്തില്ല. അവർക്ക് ആദ്യം തൊട്ട് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഇവിടെയുള്ള ദൈവമക്കൾക്ക് എന്നെക്കാളും അതിനും അറിയാവുന്നവരായിരിക്കുന്നെന്ന് എനിക്കറിയാം. സ്തോത്രം. ഇനി നോക്കിക്കേ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തില് സ്തോത്രം 14-ാം അധ്യായത്തില് 12-13 വായിച്ച്. സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എസ്കോലിനും അനേരിന്റെയും സഹോദരനായി അമോര്യനായ മാമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവർ ആയിരുന്നു. വായിക്കണ പക്ഷേ തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. മതി. അബ്രഹാമിനെ പറ്റി എന്തോ ദൈവം പറഞ്ഞു. എന്റെ സ്നേഹിതനാ അബ്രഹാം. അബ്രഹാം became a friend of God. ദൈവത്തിന്റെ ഫ്രണ്ടാ. അബ്രഹാമിനെ വെളിപ്പെടുത്തുന്ന അവിടെ ആരാന്നറിയാം? ഓടിപ്പോയ ഒരുത്തം വന്ന് പറഞ്ഞു, നിന്റെ നെഫ്യൂ ആയിരിക്കുന്ന ലോത്തിനെ അവന്റെ കുടുംബത്തെ പിടിച്ചോണ്ട് പോയത്. ചിന്തിച്ചോണേ, നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷിത്വം മിണ്ടാതെയാക്കണമെന്നുള്ള ദൈവേഷ്ടം. നന്മ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഉടനെ ലോത്തിന് വേണേ അബ്രഹാമിന് നല്ലൊരു പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞതാ, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്നതാ. ഉടനെ അദ്ദേഹത്തിന് ചിന്ത തോന്നി. അവരുടെ ജോലിക്കാർ തമ്മില്, നാടിനെ നോക്കുന്നവർ തമ്മിൽ വഴക്കുണ്ടായി, പ്രശ്നം ഉണ്ടായപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രതിപാട് നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ. അവൻ നല്ല സ്ഥലം നോക്കി എടുത്തോണ്ട് പോയി. കണ്ട, അവന്റെ സെലക്ഷൻ പോയി, അവന് നച്ചുപോയി എന്നൊക്കെ വേണം പറയാം നമുക്ക്. അബ്രഹാം ഒറ്റ വാക്ക് പറഞ്ഞില്ല. ഇതാണ് ദൈവം. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷിത്വം മിണ്ടാതെയാക്കണമെന്നുള്ള ദൈവം. അബ്രഹാം എന്തെങ്കിലും പറഞ്ഞോ? അവനങ്ങ് പോയത് കൊണ്ടാണ് സംഭവിച്ചത്, എനിക്കെന്നെ ചെയ്തും. അങ്ങനെയല്ല. ആ ജനം കുണ്ടും കുഴിയിലും വീട് കിടക്കുന്നു. മടക്കി തരിക എന്ന് പറയുന്നവരാരുമില്ല. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാകുമ്പോ ഉണ്ടല്ലോ, ദൈവത്തിന്. അതുകൊണ്ടാണ് ഒരുത്തൻ ഓടി വന്നു അബ്രഹാം കൊണ്ടുപോയത്. ഉടനെ ഉണ്ടല്ലോ അബ്രഹാം പറഞ്ഞില്ല, ഇന്ന് എനിക്ക് നല്ല സുഖമില്ല, നാളെ എങ്ങാനും നോക്കട്ടെ. അല്ല, ഉടനെ ഇറങ്ങി തിരിച്ചെന്ന്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് വഴി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കുടുംബം ഇരുന്ന് പ്രാർത്ഥിക്കണം. എപ്പം വരെ പ്രാർത്ഥിക്കണം? അണ്ടിൽ ദാറ്റ് ബർഡൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നവരെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ബർഡൻ വന്നു, ആ വിഷയത്തിനോട് പോരാടി പ്രാർത്ഥിക്കണം. എപ്പം വരെ പ്രാർത്ഥിക്കണം? അണ്ടിൽ സംതിങ് ഹാപ്പൻ. Until you are peace with God on that matter. ആ വിഷയത്തിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, don't be anxious about anything, everything by prayer, presenting your request before God, then you are peace. ദൈവസ്ഥാനിയെ പൂർണ്ണമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്തോ സമാധാനം ലഭിക്കും. എപ്പം വരെയും പ്രാർത്ഥിക്കുന്നത് അറിയാം? സമാധാനം കിട്ടുന്നവരെയും പ്രാർത്ഥിക്കണം. അതാണ് എന്റെ ഞാൻ പറയുന്നു. അല്ല 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, 15 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു, അങ്ങനെയല്ല പറയുന്നത്. ആ വിഷയത്തിന് സമാധാനം ലഭിക്കണം. സമാധാനം ലഭിച്ചില്ലെന്നെ അർത്ഥം എന്നറിയാം, പൂർണ്ണമായിട്ട് കൊടുത്തില്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക്. ദൈവത്തിന്റെ കരങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സമാധാനം ലഭിച്ചു. ആ ദൈവീയ സമാധാനം കിട്ടും. പ്രശ്നം ഉണ്ടെന്നിരിക്കോ, സമാധാനം ലഭിച്ചു. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മള്
മീറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫ്രീസറിൽ കൊണ്ട് വെച്ച് ഫ്രീസർ അങ്ങ് അടയ്ക്കും. അത് ബെഡ്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല. മീറ്റെല്ലാം മാറ്റി നമ്മുടെ ബെഡിന്റെ കീഴിലോട്ട് കൊണ്ട് വെക്കുക. വീടല്ലയോ, അതിനെന്നാ എന്റെ വീട്ടിലല്ലയോ വെക്കുന്നത്? വീട്ടിൽ വെച്ചോ. എവിടാ വെച്ചതെന്നാ ക്വസ്റ്റ്യൻ. എവിടാ വെച്ച? ഫ്രീസറിലാണോ വെച്ചത്? എന്നാ പിന്നെ നീ പേടിക്കണ്ട. ബെഡിന്റെ കീഴിലോട്ട് വെച്ച 3-ാമത്തെ ദിവസവും എന്താ നാറ്റം വരും. അപ്പൊ ഞാൻ ചോദിക്കും, എവിടാ വെച്ചത് സഹോദര? അത് ഫ്രീസറിലല്ലായിരുന്നു വെക്കേണ്ടത്. വേണ്ടാത്തടത്ത് കൊണ്ട് വെക്കുമ്പോൾ നാറ്റം വരും. ദൈവകരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. Presenting a request to God, then you have peace. I have peace with my God. ഫ്രീസറിൽ കൊണ്ട് സാധനം ചിലപ്പോൾ ചില മീറ്റൊക്കെ 3-4 മാസമൊക്കെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ലെന്നിരിക്കും. ഇപ്പൊ പ്രേരണ ഞാൻ കണ്ടമാനം കുക്കിങ്ങിന് സമയമില്ലെന്ന് എനിക്കറിയാം. ചില മീറ്റൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ ഓർക്കത്ത് പോലും ഇല്ല, മറന്നു പോകും. എന്നാലും നാറ്റമൊന്നും വരത്തില്ല, കാരണം ഫ്രീസറിലായിരിക്കണം. ഇതുപോലെ വേണം നമ്മുടെ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊള്ളണം. വചനമാകുന്ന ഫ്രീസറിനൊക്കെ എടുത്തങ്ങ് വെക്കണം. വചനത്തിലും പ്രാർത്ഥനയും ആത്മാവിൽ ആരാധനയിലും അങ്ങ് എടുത്തങ്ങ് വെച്ചേക്കണം. ആ വിഷയം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ പവർ ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട, നാറ്റമൊന്നും വരത്തില്ല. പവർ, ഇലക്ട്രിസിറ്റി പവർ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ചുമ്മാ ഫ്രീസറിൽ ഫ്രിഡ്ജിനകത്ത് പവർ ഇല്ലെങ്കിൽ അതൊരു ടോയ് ആയിട്ട് മാറും. പവർ ഉണ്ടോ പിന്നെ പേടിക്കണ്ട, നാറ്റം വരത്തില്ല. ദൈവത്തിന്റെ സമയം വരുമ്പോൾ ദൈവം അതിനെ എടുത്ത് പുറത്തു. ദൈവത്തിന്റെ സമയത്തിന് ചിലപ്പോൾ ചില സമയം എടുത്തോണ്ടിരിക്കും. ദൈവത്തിന്റെ സമയം വരുമ്പോൾ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കിൽ താണിരുത്തി തക്ക സമയത്ത്. God knows the due time. God is always working behind the scene. നമുക്ക് കാണാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യാക്കോബ് കരഞ്ഞുകൊണ്ടിരിക്കുക മോനെ വിഷയത്തില്. യാക്കോബ് യോസഫിന്റെ വസ്ത്രം പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറഞ്ഞ ആ കരച്ചിലിന്റെ ശബ്ദമൊന്നും ദൈവം കേട്ടൊന്നും മറുപടി പറഞ്ഞില്ല. 11 വർഷം കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പ്രൈസിനോട് എന്തോ ദൈവം പറഞ്ഞതറിയാമോ? ജോസഫിനെ പറ്റിയുള്ള കാര്യങ്ങൾ ദൈവം ബിഹൈൻഡ് ദ സീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം God is working behind the scene. ദൈവം ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയത്തില്ല പ്രവർത്തിക്കണം. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡ്രാമ കളിക്കുമ്പോൾ കാണുന്നത് കർത്തം പൊക്കി കഴിയുമ്പോഴാണ് രാജാവ് ഇരിക്കുന്നത് കാണുന്നത്. ഇതുപോലെ ചില കർത്തം അങ്ങോട്ട് മേലോട്ട് അതുകൊണ്ടാണ് യഹോവ തന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരിക്കും. ഇതുപോലുള്ള ദൈവപ്രവൃത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണമാണല്ലോ ലോത്തിനെ പിടിച്ചുകൊണ്ട് വാർത്ത അങ്ങോട്ട് ഇട്ടു. ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഒറ്റ മനുഷ്യൻ വന്ന് പറഞ്ഞപ്പം അബ്രഹാം കുറ്റം പറഞ്ഞില്ല. കണ്ടോ അവനോട് ഞാൻ പറഞ്ഞ പോകരുതെന്ന്. കണ്ടോ പോയി, എല്ലാം എടുത്തോടെ പോയി, അങ്ങനെ ഇരിക്കട്ടെ. ഇല്ല, എന്റെ ജോലി അവനെ മടക്കിക്കൊണ്ടിരുന്ന ജോലിയാ. അതാണ് ആരെയും കുറ്റം വിളിക്കരുത്. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതെ ആക്കണമെന്നുള്ള ദൈവ ഇഷ്ടമാവും. അബ്രഹാം 312 കായ്യാഭ്യാസികളെയും കൊണ്ട് ഇവിടെ അബ്രഹാം പോവാ ലോത്തിനെ മടക്കിക്കൊണ്ടിരുന്നു. സകലത്തെ മടക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ലോത്ത് എല്ലാത്തിനും മടക്കി അബ്രഹാം കൊടുന്നപ്പം ലോത്ത് ചിന്തിച്ചാണ്, അയ്യോ മണ്ടത്തിലോ ഞാൻ ചെയ്തു. അതാണ് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. പോഷത്വം മിണ്ടാതെ ആക്കുന്നതാണ് ദൈവ ഇഷ്ടമാണ്. അപ്പൊ ലോത്തിനെ മടക്കിക്കൊണ്ടുമ്പോ ലോത്ത് ചിന്തിച്ചാണ്, അയ്യോ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിട്ടു എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ എടുത്ത് തിരഞ്ഞെടുത്ത് പോയതാണല്ലോ. എന്നെ സ്നേഹിച്ച അബ്രഹാമിന്റെ സ്നേഹത്തെ ഓർത്ത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തി കാണുന്നു. ലോത്തിന് ദൈവം അവസരം കൊടുത്തു. ഇനി ലോത്തിന് പറയാമായി, ഇനി ഞാൻ സോതോമിലോട്ട് പോകുന്നില്ല, ഞാൻ നിന്നിന്റെ കൂടെ തന്നെ ഇരിക്കാൻ പറഞ്ഞാലും നന്മ വന്നേനെ. അതൊരു അവസരമായിരുന്നു. അവസരം പാഴാക്കി കളഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെയും ചങ്കരൻ തങ്ങലെന്ന് പറഞ്ഞ പോലെ പിന്നെയും സോതോമിലോട്ട് അങ്ങ് പോയി. പിന്നെ കണിയും കുരുക്കുമായിട്ട്. ഇതുപോലെ നമുക്ക് പലപ്പോഴും കുടിച്ച വെള്ളം ആ വാക്യം വായിച്ചാൽ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ വാക്യം വായിച്ചാൽ പലപ്പോഴും വെള്ളം മഴ പെയ്തിട്ട് കുടിച്ച വെള്ളം ആ വാക്യം വായിച്ചത്
ശാപത്തിനടുത്തതും ഒരിക്കൽ പ്രകാശനത്തെ സ്വർഗ്ഗദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപാതം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ഉള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളയട്ടെ അതിന്റെ അവസാനം. ദൈവം ലോത്തിനൊരു അവസരം കൊടുത്തു. ലോത്തിനൊരു അവസരം കൊടുത്തു എന്താണെന്നറിയാം? അബ്രഹാം പിടിച്ചോ തിരിച്ചു കൊണ്ടുവന്നു. വെറുതെ ലോകത്തിനും പറയാൻ പാടുന്നു, സോറി, കഴിഞ്ഞ നാളത്തെ പരാജയപ്പെട്ടുപോയി, ഇനി ഞാൻ നിന്റെ കൂടെ തന്നെ വാസം, നമുക്ക് ഒരുമിച്ച് വസിക്കാം എന്ന് പറഞ്ഞ് സെക്കൻഡ് വരെ പിന്നെ പഴയടുത്ത് പോയി. പിന്നെ അവസാനം മുഴുവൻ പോയി, മുഴുവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ദൈവാത്മാവ് നമുക്ക് കറക്ഷൻ തരുമ്പോൾ അത് നമ്മൾ അംഗീകരിക്കണം. ന്യായവിധിയെപ്പറ്റി ദൈവാത്മാവ് നമുക്ക് ബോധം വരുത്തുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഏറ്റെടുത്തോണം. ദൈവാത്മാവ് പറഞ്ഞു, കായിനോട് ദൈവം പറഞ്ഞു, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിനാശ നിന്നോടാ, നീ അതിനെ കീഴടക്കണമെന്ന്. കീഴടക്കില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. അതുകൊണ്ട് ദൈവാത്മാവ് നമ്മുടെ ദൈവവചനം സംസാരിക്കുക, ആര് പ്രസംഗിക്കുന്നതല്ല വിഷയം. ആ വചനം കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ട എന്തെങ്കിലും ഉണ്ടെ അന്നേരം വിട്ടുകളയണം. നോ പറയണം, അതെനിക്കിനി വേണ്ട, അതെനിക്കിനി വേണ്ട, ഞാൻ സ്വർഗീയ യാത്രക്കാരനാന്ന് പറയണം. ഭാരവാസിയാണ് ഞാന്. ഓടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പീനു സ്വൽപ്പവെള്ളം ദാഹിക്ക്. ഭാരങ്ങൾ കൂടുന്നതിനു ഒന്നും വേണ്ട യാത്രയിൽ, അല്പമപ്പം വിശപ്പീനു സ്വൽപ്പവെള്ളം ദാഹിക്ക്. നിത്യമായോർ വാസസ്ഥലം ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാരു ദിശയിൽ, ചുറ്റന്മാർക്കു വെളിച്ചത്തിൽ അവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിൽ സ്തോത്രം പാടും ഞാൻ. ചുറ്റന്മാർക്കു വെളിച്ചത്തിൽ അവകാശത്തിൽ പങ്കുതന്ന ദൈവത്തിൽ സ്തോത്രം പാടും ഞാൻ. ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. നമ്മൾ സ്വർഗീയ യാത്രക്കാരാണ്. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടിരുന്നെങ്കിലും കണ്ടോ, തന്റെ നെഫ്യൂവിന് ഒരു പരാജയം വന്നപ്പോൾ അവനെ ശത്രു പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഓഷനെ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക. 318 കായികാഭ്യാസികളും കൊണ്ട് ഇറങ്ങിത്തിരിക്കുക. എന്ത് വേദം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുക. അതുകൊണ്ടാണ് മടക്കി തരിക എന്ന് പറയുന്ന ഒരു ആരുമില്ലെന്ന് ദൈവം പറയുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. പല ഭവനങ്ങളിൽ നിന്നും പല കുഞ്ഞുങ്ങളെയൊക്കെ പിശാചി പിടിച്ചോണ്ട് പോകുന്നെങ്കിൽ അതിനുവേണ്ടി പോരാടി അവരുടെ പേര് പറഞ്ഞ് അതിനുവേണ്ടി പുട്ടുമേൽ നിന്നുകൊണ്ട് പോരാടി ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അബ്രഹാം പോയി സകലത്തിനെ മടക്കിക്കൊണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, 2 പേര് അബ്രഹാമിനെ എതിരേറ്റു. ഒന്നാമത്തെ എതിരേപ്പ് ആരാന്നറിയാമോ? മെൽക്കിസേദെക്ക്. സ്തോത്രം. മെൽക്കിസേദെക്ക് വന്ന് അബ്രഹാമിനെ എഴുന്നേറ്റു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം വാക്യം. രാജാവായ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. കണ്ടോ, മെൽക്കിസേദെക്ക് അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. എന്താ കാര്യം എന്നറിയാമോ? ലോത്തിനെ മടക്കി കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഇഷ്ടം നോക്കിക്കേ.
നീ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങൾ നമുക്ക് ചെയ്യാം. മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് കണ്ണീരോട് പ്രാർത്ഥിക്കാം. അതിനെപ്പറ്റി പരാതി പറയേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് അതൊന്നും നമ്മുടെ വിഷയമല്ല. മടക്കി തരിക എന്നുള്ള ആരോഗ്യം അവരെ ചെയ്തുകൊണ്ടാണ് ഇവരെ ഇത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ സംഭവിച്ചത്. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി കുറ്റം ഇരുന്ന് കരയുക. ആ വിഷയത്തിന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ മൽക്കീസേദെക്ക് എന്ന് പറയാ, അവനെ അനുഗ്രഹിച്ചു. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നാഥനായ അത്യുന്നതനായ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമെന്ന്. കാരണം യോബിനോട് ചോദിച്ച് യോബിനോട് പറയാ, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഉടനെ ഉണ്ടല്ലോ യോബ് തന്നെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഇതുപോലെ നമ്മൾ സ്തോത്രം മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മൽക്കീസേദെക്ക് വന്ന് പറയുന്നത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. നമ്മുടെ കുടുംബങ്ങളെ നടത്തിക്കോളും. സ്വഭാവത്തിനായ പുരുഷനാറം തെരഞ്ഞെടുക്കുന്നത് വഴി യഹോവ കാണിച്ചു കൊടുക്കുമെന്ന്. ചിലപ്പം കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അനുഗ്രഹങ്ങൾ 6000 ഒട്ടകം യോബിന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുക. അയ്യോ, ഇതെങ്ങനെ നടന്നു? ഞാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇതുപോലാണ് മെൽക്കീസേദെക്ക് വന്നത്. അവനെ അനുഗ്രഹിച്ച് സ്വർഗത്താൽ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞതെന്നറിയാമോ? ഉടനെ അബ്രഹാം എന്നറിയാമോ? സകലത്തിന് ദശാംശം കൊടുക്കും. അവിടെ ആദ്യം ദശാംശത്തെ പറ്റി കാണുന്ന ഉടനെ ഉണ്ടല്ലോ വേറൊരു ടെസ്റ്റ്. ഉടനെ സോദം രാജാവും കണ്ടോ, ഇതാ ഞാൻ പറയുന്നത്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അബ്രഹാം എന്താ പറഞ്ഞത്? അടുത്ത വാക്യം മാറ്റാൻ. അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയിരിക്കുന്നുവെന്ന് നീ പറയാതിരിക്കാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുകാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നോക്കിക്കേ, കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ആദ്യം മെൽക്കീസേദെക്ക് വന്നു, അനുഗ്രഹിച്ച് വരുമ്പോഴുള്ള സോദോം രാജാവും വന്നു. ഇതുപോലെ ഇതുപോലെ ചില ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇതുകൊണ്ടല്ലോ നമ്മൾ ഓർത്തോണം. സോദോം രാജാവിനോട് പറയാണ്, നീ എന്നെ അനുഗ്രഹിച്ചെന്ന് പറയാതിരിക്കാൻ നിന്റെ ചെരുപ്പാൻ നിനക്കുള്ളതിൽ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഒരു തീരുമാനമെടുത്തിരിക്കുക, എനിക്ക് വേണ്ട ഇതൊന്നും. നിനക്കുള്ളത് യാതൊന്നും ഞാൻ എടുക്കത്തില്ലെന്ന് എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. കൈ ഉയർത്തുന്നൊരു കാര്യം, കയ്യ മുദ്രയുണ്ട്. സകല മനുഷ്യരും എന്നെ തിരിച്ചറിയണമെന്ന് എന്റെ കൈക്ക് മുദ്രയിട്ടിരിക്കുന്നു. എന്റെ കൈ അങ്ങ് ഉയർത്തുക. കൈ ഉയർത്തി ദൈവത്തോട് സത്യം ചെയ്തു. എന്നിപ്പോൾ ആദ്യം മെൽക്കീസേദെക്ക് വന്ന് അനുഗ്രഹിച്ച് ഉടനെയുള്ള സോദോം രാജാവും വന്നു. അതുപോലെ ചില ടെസ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, പരാജയപ്പെടരുത്. ചില ഓഫറുകൾ വരും നമ്മുടെ ജീവിതത്തിൽ. ദൈവമില്ലാത്ത ഒന്നും എടുക്കരുത്. അതുകൊണ്ടാണ് അനന്യാസ് പത്രോസിന്റെ അടുക്ക വന്ന് ശുശ്രൂഷയെ ബന്ധിക്കാൻ വന്നതാ എന്ന് പറഞ്ഞാൽ അനന്യാസ് വന്നിട്ട് പറഞ്ഞാൽ പണം കൊണ്ടുവന്ന് പത്രോസിന്റെ കൊടുക്കാൻ പറഞ്ഞ് ഇത് ഇത്രയ്ക്കാന്നോ അത്രയ്ക്കാന്നോ താഴെ കിടന്നു. അനന്യാസും വന്ന് സഫീരം വന്ന് രണ്ടുപേരും താഴെ വീണു. പത്രോസിന് ആ പണം വേണ്ട. പത്രോസ് പറഞ്ഞില്ല, ഇപ്പൊ ഞങ്ങള് ബിൽഡിങ്ങിന്റെ ആവശ്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് നീ കൊണ്ടുവന്നല്ലോ, താങ്ക് യു എന്ന് പറഞ്ഞില്ല. വേണ്ട, അത് വേണ്ട. സോദോമിനെയാ, നമുക്കത് വേണ്ട. ദൈവാത്മാവിന്റെ ഗൈഡൻസ് ഉള്ളത് മാത്രമേ വാങ്ങിക്കാവൂ, അല്ലാത്ത നോ പറഞ്ഞോണം. അന്നേരം നോ പറഞ്ഞോണം. എടുക്കരുതെന്ന് തന്നെ എടുക്കരുത്. ആവശ്യങ്ങൾ പലതുകൊണ്ടായിരിക്കും അവിടെ ഇരുന്നോട്ട് ആവശ്യങ്ങൾ അവിടെ ഫ്രീസറി വെച്ചത്. ആവശ്യങ്ങൾ പലതുകൊണ്ട് ദൈവാത്മാവ് പറയാത്ത വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ അത് കണിയും കുരുക്കുമായി തീരും. സോദോമിലെ രാജാവും വന്നു, മെൽക്കീസേദെക്കിന്റെ രാജാവും വന്നു, രണ്ടുപേരും വന്നു.
മെൽക്കിസേദെക്കിന് അബ്രഹാം എന്താണെന്നറിയാമോ? സകലത്തിനും ദശാംശം കൊടുത്തു. എന്നാൽ സോദോമിലെ രാജാവ് ഒന്നും പോലെ വേണം എനിക്കിന്റെ ഒന്നും വേണ്ട, കൈയുയർത്തി സത്യം ചെയ്യുക. ഈ ടെസ്റ്റിനകത്ത് അബ്രഹാം പാസ്സായി. ടെസ്റ്റ് 15-ാമത്തെ 1-ാം വാക്യം വായിക്കുന്നു. അതിന്റെ ശേഷം അറിയാമോ? സോദോമിലെ രാജാവിനോട് നോ പറഞ്ഞു, എനിക്ക് നിന്റെ ഒന്നും വേണ്ട. അതിന്റെ ശേഷം ഏതിന്റെ ശേഷം? സോദോമിലെ രാജാവിനോട് നോ പറഞ്ഞപ്പോൾ അതിന്റെ ശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഈ ലോകത്തിന്റെ പ്രതിഫലം പണിതു നീ നോ പറഞ്ഞപ്പോൾ ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ചിലതൊക്കെ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ ദൈവം പറയും ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു. അബ്രഹാമേ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. അതിന്റെ ശേഷം അബ്രഹാമിനോട് പറയും ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. കർത്താവേ, ലോകത്തിനോട് സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ലെന്ന് നിന്റെ വചനത്തിലുണ്ടല്ലോ. കർത്താവേ, വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് ഭാരം കൂടുന്ന ഒന്നും വേണ്ട. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ സ്വർഗീയ യാത്രക്കാരാണ്. ഞങ്ങൾ കൂടാരവാസികളാണ്. ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന ഭക്ഷണം ഇവിടെയില്ല. ഞങ്ങൾക്ക് വേണ്ടി ഭവനം സ്വർഗത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഇവിടെ സ്തുതിക്കുന്നു. അപ്രത്യാശ നാടിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ തക്കവണ്ണം എന്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മാത്രമല്ല കർത്താവേ, അമേരിക്കയിലുള്ള എല്ലാ ജനത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചകളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയോട് കൈ ഏറ്റുപിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേല വലുതും വിശാലമായി കിടക്കുന്നു. മതിലിന്മേൽ ചെറിയിരിക്കുവാനുള്ളവരല്ല. കാഹളം കേൾക്കുന്നിടത്ത് ഒരുമിച്ച് കൂടുമ്പോൾ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ദിവസങ്ങളിൽ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ദൈവം നിങ്ങളുടെ മേൽ പാരണമേ. സകലവേശുമുള്ള പിതാവേ കേൾക്കുവാനാണമേ. ആമേൻ.